നിങ്ങളെല്ലാരും ഒരു ഭ്രാന്താക്കല്ലേ പ്ലീസ്. ഈ ബുദ്ധിജീവാവുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എറണാകുളത്ത് പോർക്കും കൂടുന്ന പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് പാമ്പ് രവി ആരാന്ന് നീ അന്വേഷിക്കടാ. കൊടി മാത്രം കൈ വെച്ചാ മതി, ബാക്കി എല്ലാം ഇക്ക ഏറ്റെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ കുഞ്ഞുങ്ങളെ. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ ഒക്കെ ഇട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോനെ. അവസാനം അടി വീണപ്പോ ഇക്ക അങ്ങ് മുങ്ങി, അങ്ങ് ദൂരെ മാറി നിന്ന റഹീമിക്ക സംഘർഷം നിയന്ത്രിച്ചത്. അതൊന്ന് കാണേണ്ടതായിരുന്നു. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഇക്ക നിങ്ങളൊക്കെ പറഞ്ഞ ആര് കേക്കാനാ? അതൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഉറച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് ചങ്കൂറ്റത്തോടെ അടി വാങ്ങിക്കുന്നത് എന്നങ്ങോട്ട് പിള്ളേർക്ക് വിശദീകരിച്ചു കൊടുക്കിക്ക. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു, ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. നന്ദിയേട്ടവന്മാരെ എല്ലാരും കൂടെ ശവത്തി കുത്താടാ. കണ്ടവന്റെ മക്കളൊക്കെ അടി വാങ്ങിയാലേ എനിക്ക് ഇനിയും കസേര കിട്ടുള്ളൂ അല്ലേ? നിങ്ങളുടെ മക്കളെയൊക്കെ ഇങ്ങനെ അടി കൊള്ളാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിരുത്തുവോ സാർ? താങ്കൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം.